കുറച്ചു കാലങ്ങളായി കേരളത്തിൽ വന്ന് പിണറായി വിജയനെയും CPM-നെയും പുകഴ്ത്തി പറയുന്നതിന് കരാറെടുത്തിരിക്കുകയാണ് നടൻ പ്രകാശ് രാജ്. ഇങ്ങനെ തള്ളുന്നതിന് പ്രതിഫലവും പ്രകാശ് രാജ് കൈപ്പറ്റുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷവും കേരള സർക്കാർ നടത്തിയ ചലച്ചിത്രമേളയിൽ വിശിഷ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. മലയാളത്തിലോ തെന്നിന്ത്യൻ ഭാഷകളിലോ ഇതിനേക്കാൾ മികച്ച നടീനടന്മാർ ഇല്ലേ? അങ്ങനെയൊന്നും ചോദിക്കരുത്. ഇടയ്ക്കിടെ കേരളത്തെയും പിണറായിയെയും പുകഴ്ത്തണം. കൂട്ടത്തിൽ നരേന്ദ്രമോദിയെ 4 ചീത്ത വിളിക്കണം. അപ്പോൾ മാത്രം നിങ്ങൾ ഒരാൾ മികച്ച താരമാകുന്നു. മാനവീയ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നു. പുകസക്കാരനും മറ്റു പുരോഗമനവാദികൾക്കും ദ ഹിന്ദു പത്രത്തിനും നിങ്ങൾ ബുദ്ധിജീവിയും തത്വചിന്തകനും മികച്ച വ്യക്തിത്വവുമാകും. ഇപ്പോഴിതാ സാഹിത്യ അക്കാദമി നടത്തുന്ന അന്തർദേശീയ സാഹിത്യോത്സവത്തിലും പ്രകാശ് രാജുണ്ട്. ഇത്തവണ അദ്ദേഹത്തിൻ്റെ പ്രശ്നം പ്രധാനമന്ത്രി പൂജാരി ആയതാണ്. പ്രധാനമന്ത്രി പൂജാരി ആയതുകൊണ്ടാണത്രേ അദ്ദേഹം മിണ്ടുന്നത്. നിങ്ങളും വല്ലതൊക്കെ മിണ്ടു എന്ന് കൂടെയുള്ളവരോട് ആഹ്വാനം ചെയ്യുന്നു. ഒപ്പം ഒരു പറച്ചിലും, എനിക്ക് സംസാരിക്കാൻ വേദി കിട്ടുന്നത് കേരളത്തിൽ മാത്രമാണ്. തനി നിറം അറിയുന്നതുകൊണ്ടാവും സ്വന്തം നാട്ടുകാരൊന്നും അടുപ്പിക്കാത്തത്. മരിച്ചുപോയ കരുണാനിധിയെയും ജീവിച്ചിരിക്കുന്ന സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും ഒക്കെ നന്നായി തള്ളിക്കൊടുത്താൽ പോരായിരുന്നോ? ഞങ്ങളുടെ ഇവിടുത്തെ പാർട്ടി അവിടെ ഇല്ല കേട്ടോ. പണ്ടൊരാൾ ഉണ്ടായിരുന്നു, അയാളെ പുറത്താക്കി. പുള്ളി പോയി വെള്ളത്തിൽ ചാടി. ഇപ്പോൾ സ്റ്റാലിൻ്റെ പാർട്ടിയാണ് വാളയാർ വിട്ടാൽ ഞങ്ങളുടെ പാർട്ടി. പിന്നെ പലതിലും കേരളത്തിലേക്കാൾ തമിഴ്നാടിനാണ് സ്ട്രോങ് എന്നാണല്ലോ കേട്ടത്. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും അത്ര മോശമല്ലെങ്കിലും ഹിന്ദുക്കളൊക്കെ മോശമാണ് എന്നൊക്കെ തട്ടിക്കൊടുത്താൽ പോരായിരുന്നോ? പിന്നെ കുറച്ച് ആര്യൻ ദ്രാവിഡൻ ഡയലോഗുകളൊക്കെ അടിക്കണം. ഏതായാലും നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? നാമൊക്കെ സ്വയം ചോദിച്ച ചോദ്യം, പലവരും ചോദിച്ച ചോദ്യം. ഇപ്പോൾ കിട്ടിയ ഉത്തരം കണ്ടെത്തിയത് പ്രകാശ് രാജും. കേരള രാഷ്ട്രീയത്തിൽ ദൈവമില്ലാത്തതുകൊണ്ടാണ്. മലയാളീസിൻ്റെ വലിയൊരു സംശയം തീർത്തു തന്ന പ്രകാശ് രാജിനെ സാഷ്ടാംഗം നമിക്കണം. നമിച്ചാൽ മാത്രം പോരാ, ഒരു എഴുത്തച്ഛൻ പുരസ്കാരവും കൂടി കൊടുത്താൽ നല്ലത്. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ പ്രകാശേട്ടാ. പൊതുവിജ്ഞാനം അല്പം കുറവാണ് പ്രകാശേട്ടന്. കേരള രാഷ്ട്രീയത്തിൽ ദൈവങ്ങളില്ലായിരിക്കും, പക്ഷെ സൂര്യനുണ്ട്. അത് പ്രകാശേട്ടൻ അറിഞ്ഞില്ലായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് പൊതുവിജ്ഞാനം കുറവാണെന്ന്. പണ്ട് കേരളത്തെ മുങ്ങാതെ താങ്ങി നിർത്തിയത് ഒരു കപ്പിത്താനായിരുന്നു. ഞങ്ങൾക്ക് എന്തൊക്കെ വന്നെന്നോ? 2017, 2018 വെള്ളപ്പൊക്കം. ഞങ്ങൾ ആകെ മുങ്ങിച്ചാകാൻ പോയതാ. അപ്പോഴാണ് കപ്പിത്താൻ താങ്ങിയത്. താങ്ങി ഒടുവിൽ ആ കപ്പിത്താൻ കാരണഭൂതനായി. ഈ ഭൂമി മലയാളത്തെ താങ്ങി നിർത്തുന്ന കാരണഭൂതൻ. ഏതു ഭൂതത്തിനും ഒരു പ്രമോഷനൊക്കെ വേണ്ടേ? പ്രൊമോഷൻ കിട്ടി ആ കാരണഭൂതം ഇപ്പോൾ സൂര്യനായി. അടുത്തുനിന്ന് തള്ളുമ്പോൾ പ്രകാശേട്ടൻ ഒരു കാര്യം ശ്രദ്ധിക്കണേ, സൂര്യനാണ്, കരിഞ്ഞു പോകരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സെക്രട്ടറി ഗോവിന്ദേട്ടനെയും സെക്രട്ടറി ആകാൻ കൊതിച്ചിട്ടും ആകാൻ കഴിയാത്ത ജയരാജേട്ടനെയും ഒന്ന് കണ്ടാൽ മതി. അതിൽ ജയരാജേട്ടനെ ആദ്യം കാണണം. പുള്ളിക്കാകെ മടുത്തിരിക്കുകയാ. എന്തിനു വെറുതെ ഇങ്ങനെ ന്യായീകരിക്കുന്നേ? മടുത്തു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഞങ്ങൾക്കൊന്നും അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ പറ്റില്ല. പുള്ളി വേറെ ലെവലാ. മുഖ്യമന്ത്രിക്ക് നേരെ ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ചാൽ അത് വിമാനത്തിൽ നിന്നായാലും ജയരാജേട്ടൻ കണ്ണൂർ സ്റ്റൈലിൽ പ്രതികരിച്ചിരിക്കും. വിമാനത്തെ വരെ ബഹിഷ്കരിച്ചു കളയും. അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് ഇപ്പോൾ ജയരാജേട്ടൻ അറിയാം. അപ്പോൾ പ്രകാശേട്ടാ, പിന്നെ ഒരു സംശയം. ഇങ്ങോട്ടെങ്ങാനും താമസം മാറ്റുന്നോ? അല്ലെങ്കിൽ വേണ്ട, ഇടയ്ക്കിടെ ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ ഞങ്ങൾക്ക് 2 സീറ്റുണ്ട്, അതിലൊന്ന് തരാം. രാജ്യസഭയിലേക്കാ. ഒന്ന് നോക്കിയാലോ? ബ്രിട്ടാസ് കൊള്ളാം, ബാക്കിയൊന്നും അത്ര ഗുണമില്ലെന്നാ സൂര്യൻ പറയുന്നത്. ഒന്ന് സീരിയസായി നോക്കിയാലോ? കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.